അത് അന്നത്തെ കാലഘട്ടത്തിൽ രജിസ്റ്ററിൽ ചേർത്തിയപ്പോൾ ഒരു പക്ഷെ നന്നായി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ രജിസ്റ്ററാൾ നന്നായി എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഞാനിതിനെ പറ്റി പിടുത്തുണ്ടാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ബാപ്പു പറഞ്ഞ മാതിരി ഒരു 15 കൊല്ലം മുമ്പ് ഇതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഈ കുടുംബം എവിടുന്ന് വന്നു, നമ്മളെ കാമ്പുറന്മാര് എവിടേക്കാണ് ഉള്ളത് എന്ന്. എന്റെ വാപ്പ ഇപ്പൊ 85 വയസ്സായിട്ടാണ് മരണപ്പെട്ടത്. ഇപ്പൊ 6 കൊല്ലമായിട്ടോട് മരിച്ചിട്ട്. പാപ്പാന്റെ പേര് മുഹമ്മദ്. അപ്പോ വാപ്പാനോട് ഞാൻ കുറെ ചോദിച്ച് വിഷയങ്ങളൊക്കെ അറിഞ്ഞ പെമ്പിളാശ്ശേരി കുടുംബം മറ്റേ കുടുംബമൊക്കെ അന്നൊക്കെ ഞാൻ എഴുതി രേഖപ്പെടുത്തി വലിയൊരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് പുറത്തിറക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൂട്ടി വിളിക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ ബാപ്പുവിനോട് ഒരിക്കല് പറഞ്ഞ് നമുക്ക് നമ്മളെ കുടുംബത്തിനെ പറ്റി ഒന്ന് പഠിക്കായിരുന്നു, ഒന്ന് അന്വേഷിച്ചുകൊണ്ടൊന്ന് സംഗമം ഉണ്ടാക്കാമായിരുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. പക്ഷെ ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളെ, നമ്മൾ മുതലിസമാരാകുമ്പോൾ മറ്റേതെങ്കിലും നാട്ടിലല്ലേ. പൊന്മളയിൽ 8 കൊല്ലം ഞാൻ ജോലി ചെയ്തു. അതിന്റെ മുമ്പ് ആളവനാട് 15 കൊല്ലം ജോലി ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് ഞാൻ തിരിഞ്ഞു വന്നത് തായച്ചനക്കമ്മ. കണ്ടിട്ടുണ്ടാവുന്നത് തായച്ചനക്ക് 5 കൊല്ലം ഉണ്ടായിപ്പോ ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ. അതെ. അപ്പൊ 5 കൊല്ലം ഉണ്ടായിരുന്നു. തിരുനങ്ങാടി തായച്ചനക്കില് 5 കൊല്ലം ഉണ്ടായിരുന്നു ദർസ്. അപ്പൊ ഇപ്പൊ നാട്ടിൽ തന്നെ ഇവിടെ ഒരു കോളേജില് പ്രിൻസിപ്പാളായിട്ട് ജോലി ചെയ്യാണ്. 10-60 കുട്ടികൾ പഠിക്കുന്നുണ്ട്. +1 തൊട്ടിട്ട് ഡിഗ്രി തലം വരെ ദർസ് ഓതിക്കൊണ്ടിട്ട് പഠിക്കുന്ന ഒരു ശിഷ്ടത്തിലുള്ള ഒരു ദിവസം ഉണ്ട് ഇവിടെ. അതിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കൂടുതൽ ബന്ധപ്പെടാനും നേരിട്ട് സംബന്ധിക്കാനൊക്കെ കഴിയുന്നത്. അല്ലെങ്കിൽ അത്രയും ദൂരത്താവാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഗമം ഞാൻ വളരെയധികം നേരത്തെ താല്പര്യപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ കാമ്പുറവൻ അപ്പൊ ഞാൻ പറഞ്ഞ കാമ്പുറവൻ എന്ന് പറഞ്ഞ പേരിനെ പറ്റി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷണം നടത്തി. അങ്ങനെ കോഴിക്കോടുണ്ട് റീജിയണൽ രജിസ്റ്റർ ഓഫീസ് കോഴിക്കോട്. അവിടെ ചെന്ന് ഇവിടെ കാവനൂരിൽ ഏറ്റവും ആദ്യം രജിസ്റ്റർ നടന്ന ഭൂമി ഏതൊരു ആളെ പേരിലുണ്ടാവൂലേ, അപ്പൊ അതിന്റെ വാപ്പാനി ഒക്കെ കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കോഴിക്കോട് പോയി അവിടെ അപേക്ഷ കൊടുത്ത് അതിനെപ്പറ്റി പിടുത്തുണ്ടാക്കാൻ. അപ്പൊ ശരിക്കും അതില് കാമ്പുറവൻ മമ്മീരിയ ഉമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരുള്ള ഭൂമിയുടെ രജിസ്റ്ററേ അവിടെയുള്ളൂ. കാമ്പുറവൻ മമ്മീരിയ ഉമ്മ, അത് കയ്യതറ മമ്മീരിയമ്മ അതും എഴുതിയിട്ടുണ്ട്. അതിപ്പോ എനിക്കൊന്നും ഇപ്പൊ ആളെയൊന്നും അറിയില്ല, ഇനിയിപ്പോ പ്രായമുള്ളവർക്ക് അറിയോ എനിക്കറിയില്ല. അവരുടെ പേരുള്ള ഒരു ഭൂമിയുടെ രജിസ്റ്ററാണ് അവിടെ കണ്ടത്. അതിപ്പോ 1936 രജിസ്റ്റർ അവിടെ രേഖപ്പെടുത്തിയതാണ്. എന്നിട്ട് അവർ ഇത് കുത്തു തന്ന് ഇത് പ്രകാരങ്ങള് അരീക്കോട് രജിസ്റ്റർ ഓഫീസിൽ ചെന്നാൽ അതിന്റെ ശരിക്കും അതിന്റെ ഒരു വിവരങ്ങളൊക്കെ കിട്ടാൻ അടിയാധാരം പകർത്താൻ കഴിയും. എന്നിട്ട് ഞാൻ അവിടെ അപേക്ഷ കൊടുത്ത് അപ്പോൾ അവര് ഈ 1922 സ്കാൻ ചെയ്ത് വെച്ച കുറെ രേഖകളേ ഉള്ളൂ ആധാരത്തിൻ്റെത്, കുറെ നഷ്ടപ്പെട്ടു പോയത്. അതിൽ നിന്നിട്ട് എടുത്തു തരാൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയിട്ടില്ല. അപേക്ഷ കൊടുത്തത് എടുത്തത് ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി അത് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ എഴുതപ്പെട്ടത് കാമ്പുറവൻ എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്ന പേരുകളിൽ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്, കാമ്പുറവൻ എന്നുള്ള പേരിലാണ്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞു കൊടുക്കുന്നിടത്തുള്ള ചെറിയൊരു മാറ്റങ്ങളാവും രജിസ്റ്ററിന് പറഞ്ഞു കൊടുക്കുമ്പോഴേ. ഇത് നമുക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയതാണ്. പിന്നെ ഞാൻ അറിഞ്ഞല്ലോ ഇപ്പോ നമ്മള് വേങ്ങര കിട്ടൂരിന്നാണ് നമ്മളെ കുടുംബം വന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് വേങ്ങര ഭാഗത്ത് ഉള്ള രജിസ്റ്ററിൽ ആരാണ് അവിടുത്തെ ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമി എന്നൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് രേഖ എടുത്തു തന്നു. അതിൽ കുറെ കാമ്പറന്മാരുണ്ട്. കാമ്പറൻ, പിന്നെ കൊടുവാപ്പറമ്പിൽ താമസിക്കണേ കാമ്പറൻ അഹമ്മദും. അപ്പൊ ഈ അഹമ്മദ് എന്നുള്ള പേര് നമുക്ക് പാരമ്പര്യമായി പോകുന്നതാണ് എന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഒന്ന് അതേ ആളുടെ പേരിൽ തന്നെ ആയിരിക്കും അറിയില്ല. 138ാമത്തെ നമ്പറായിട്ട് കാമ്പറൻ അഹമ്മദും വീണ്ടും രജിസ്റ്റർ നടന്നിട്ടുണ്ട്. പിന്നെ കാമ്പറൻ കുഞ്ഞഹമ്മദ് എന്നുള്ള പേരിൽ ഒരാളുടെ പേരിൽ രജിസ്റ്റർ ഉണ്ട്. ഇത് 936 രേഖയാണ് ഇപ്പൊ ഈ വായിക്കുന്നത്, 936. പിന്നെ കാമ്പറൻ മൂത്തക്കുട്ടിയാണ് മൂസക്കുട്ടിയാണ്. അപ്പൊ നമ്മുടെ വെള്ളിപ്പാലില് മൂസക്കുട്ടി ഉണ്ട്. ഇന്നും മൂസക്കുട്ടി ഇപ്പൊ ഞങ്ങളെ വാട്സപ്പ് കണ്ട് ആ മൂസക്കുട്ടി എന്നുള്ള പേരില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കാമ്പറ മൂസക്കുട്ടി. അന്ന് ഈ മൂത്തക്കുട്ടിയാണ് പഴയ മലയാളത്തിൽ എഴുതിയതാണ്. അതെ. അതുപോലും മനസ്സിലാക്കിയാൽ മതി. പിന്നെ പാപ്പാട്ടിൽ മുഹമ്മദും പോയിട്ട് കാമ്പറൻ മൂത്തക്കുട്ടി തന്നെ ഒന്നുകൂടി. പാരയിൽ ആയിഷ പോട്ടെ. പിന്നെ ശരിക്കെന്നാണ് കാമ്പറൻ മൂത്തക്കുട്ടി തന്നെ വീണ്ടും പ്രൈസിലുണ്ട്.
കാമ്പറ മൂത്തക്കുട്ടി 2 വയസ്സർ വേറെയുണ്ട്. അപ്പൊ ഇതൊക്കെ 1936 35 വർഷം തയ്യാറാക്കിയ ഇതാണ്. 935 അപ്പോ ഇങ്ങനെ നമ്മുടെ ഈ കുടുംബത്തിന്റെ അക്ഷര വ്യത്യാസങ്ങള് എഴുത്തുകളിൽ സംഭവിച്ചു എന്നുള്ളതല്ലാതെ സംഗതി എല്ലാം ഒരു കുടുംബമാണെന്നുള്ളത് തെളിയിക്കപ്പെടുന്ന രേഖയാണിപ്പത്. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഏറ്റവും ആദ്യം വന്ന പിതാവ് ആര് എന്നൊരു കൃത്യത വരുത്താൻ വേണ്ടി ഞാൻ ആ രജിസ്റ്റർ എടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാവും. പിന്നെ അവറാൻ എന്ന വാപ്പയാണോ ആദ്യം വന്നത്, അതിലൊക്കെ പരമ്പരയിലൊക്കെ ഉണ്ടല്ലോ അഹമ്മദ് ഉണ്ട്. ഇപ്പൊ എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ്, വല്ലിപ്പാന്റെ പേര് കമ്മദ്, അവര് വാപ്പാന്റെ പേര് ഇബ്രാഹിം. ആ ഇബ്രാഹിമാണ് പൂക്കി നേരത്തെ പറഞ്ഞ പിന്നെ 7 ആളുകൾ ഒന്നിച്ച് ഏട്ടാഞ്ചന്മാരായിട്ടുള്ള അതിൽപ്പെട്ട ഒരാളാണ് ആ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആള്. അപ്പോ ഈ സംരംഭത്തെ ഞാൻ വല്ലാതെ സന്തോഷിക്കുന്നത് ഇതിന്റെ ഓടി നടന്ന് ഇതിനു വേണ്ടി പ്രോത്സാഹനം നൽകി സ്വന്തം ആണ്ട് ഇറങ്ങി ഒരാളും ഏൽപ്പിച്ചതുപോലെയല്ലാതെ സ്വന്തം മനസ്സിൽ നിന്ന് നമ്മൾ ഷമീർ ബാബുവിനെ 1000 വട്ടം ആശംസിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മതിയായ പ്രതിഫലം അവന് കൊടുക്കുമാറാവട്ടെ. കാരണം സ്വന്തം വണ്ടി എടുത്ത് എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ അന്വേഷിച്ച് പിടിച്ച് അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി എന്റെ വീട്ടിൽ വന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ഇവിടുത്തെ കാരണവന്മാരുടെ രോഗം ഒന്ന് കൂടുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന തീരുമാനപ്രകാരം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ ഇത്ര വീടിന്റെ മൊത്തം അന്വേഷിച്ചപ്പോൾ 120 വീടുകൾ ഇപ്പൊ അവിടെ പണി ചെയ്തതും അല്ലാത്തതുമായിട്ട് 120 ചില്ലാനം വീടുകൾ കാമ്പറന്മാർ ഇവിടെ കാവന്നൂരുണ്ട്. അപ്പൊ അവിടെ സംഗമം പിന്നീട് നമുക്ക് വിളിക്കാം. ഇപ്പം 2-ാം തീയതി മലപ്പുറത്ത് ചേരുന്നുണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ പ്രതിനിധികളും വേണ്ടപ്പെട്ടവരും ഒക്കെ പോവുക, പങ്കെടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം നാളെ നമ്മുടെ പൂർവിക പിതാക്കളോടുകൂടെ സ്വർഗത്തിൽ എത്തിച്ചേരലിലേക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്മരിക്കാനുമുള്ള ഒരു വേദിയായി അള്ളാഹു ഇതിനെ മാറ്റി തരുമാറാകട്ടെ. പിന്നെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അപ്പൊ പരിചയപ്പെടുന്ന വേദി ആയതുകൊണ്ടിട്ട് കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ടാണ് നമ്മൾ കാണുന്നത്.